മാസങ്ങൾ നീണ്ട ആക്രമണങ്ങൾക്കും അനിശ്ചിതത്വത്തിനുമൊടുവിൽ ഇറാനും യുഎസും തമ്മിൽ സമാധാന കരാറിൽ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് കുവൈത്ത്. ദീർഘനാൾ മേഖലയെ മുൾമുനയിൽ നിർത്തിയ സംഘർഷത്തിന് ഇതോടെ പൂർണ്ണ വിരാമമാകുമെന്നാണ് പ്രതീക്ഷ. ഫെബ്രുവരി 28 ആരംഭിച്ച ഇസ്രായേൽ ഇറാൻ സംഘർഷം മേഖലയെയും കുവൈത്തിനെയും പല രൂപത്തിൽ ബാധിച്ചിരുന്നു. സംഘർഷത്തിൽ കക്ഷിയല്ലാതിരുന്നിട്ടും കുവൈത്തും GCC രാജ്യങ്ങളും ഇറാന്റെ നിരന്തര ആക്രമണങ്ങൾക്ക് ഇരയായി. ഇത് മേഖലയിലാകെ വ്യോമഗതാഗതത്തെയും സാധാരണ ജീവിതത്തെയും താറുമാറാക്കി. കുവൈത്തിലെ US ക്യാമ്പ് ലക്ഷ്യമിട്ട് ആരംഭിച്ച ആക്രമണം പതിയെ മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം, എണ്ണ സ്ഥാപനങ്ങൾ, പവർ സ്റ്റേഷനുകൾ, ജലശുചീകരണ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമണത്തിനിരയായി. ഒന്നിൽ കൂടുതൽ തവണ വിമാനത്താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. ഏപ്രിൽ 8 US-ഇറാൻ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇടവേളകളിൽ കുവൈത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. 2 ഇന്ത്യൻ പ്രവാസികൾ ഇതിനകം കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജൂൺ 3 കുവൈത്ത് വിമാനത്താവളം ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ച ടെർമിനൽ 1 വീണ്ടും അടയ്ക്കേണ്ടി വന്നു. രാജ്യത്തെ വ്യോമഗതാഗതം വീണ്ടും പ്രയാസകരമായി. യുഎസും ഇറാനും രമ്യതയിലെത്തുന്നതോടെ കുവൈത്തിനും മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളും നിലയ്ക്കുമെന്നാണ് പ്രതീക്ഷ. കുവൈത്ത് വിമാനത്താവളം വൈകാതെ തുറക്കുമെന്നും യാത്രാ തടസ്സങ്ങൾ നീങ്ങുമെന്നും പ്രവാസികളടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നു.